എന്തുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ വീണ്ടും വീണ്ടും തോറ്റ് പിന്മാറിക്കൊണ്ടേയിരിക്കുന്നത് എന്നറിയാമോ? ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യത്തിന്റെ പ്രസിഡന്റ്, സൂപ്പർ പവർ അമേരിക്കയുടെ തലവൻ, എന്നിട്ടും ഇറാന് മുന്നിൽ ട്രംപിന് വീണ്ടും വീണ്ടും കാലിടർന്നു. വലിയ വായിൽ യുദ്ധപ്രഖ്യാപനം നടത്തുകയും എന്നാൽ നിമിഷങ്ങൾക്കകം വാക്കുമാറ്റി പിന്മാറുകയും ചെയ്യുന്ന ട്രംപിന്റെ ഈ തന്ത്രത്തിന് പിന്നിലെ കാരണം എന്താണെന്നറിയാമോ? അതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് വെറുമൊരു രാഷ്ട്രീയ തീരുമാനമല്ല, മറിച്ച് ആഗോളതലത്തിൽ അമേരിക്ക നേരിടുന്ന വൻ തകർച്ചയുടെ തെളിവാണത്. അതിനെക്കുറിച്ച് വിശദമായി നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഈ വിഷയത്തിലെ നിർണായകമായ ചില ഞെട്ടിക്കുന്ന വസ്തുതകൾ നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. എന്തായാലും പശ്ചിമേഷ്യയെ ഒന്നാകെ ചാമ്പലാക്കാൻ പോകുന്ന ഒരു ഭീകരമായ യുദ്ധത്തിന്റെ വക്കിൽ നിന്ന് പെട്ടെന്നാണ് US-ഉം ഇറാനും പിന്മാറുകയാണ് എന്ന വാർത്തകൾ നമ്മൾ കേട്ടത്. രണ്ടാഴ്ചയായി തുടർച്ചയായി പെയ്തിറങ്ങിയ ബോംബുകൾ നിലച്ചു. ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ തകർത്തെറിയുമായിരുന്ന ആ മഹാ അപകടത്തിൽ നിന്ന് ലോകം താൽക്കാലികമായി രക്ഷപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഇതൊരു യഥാർത്ഥ സമാധാന കരാറാണോ, അതോ അമേരിക്കൻ സൈന്യത്തിന് പറ്റിയ ചരിത്രപരമായ അബദ്ധം മറച്ചു പിടിക്കാനുള്ള നാടകമാണോ? വൈറ്റ് ഹൗസിൽ റദ്ദാക്കപ്പെട്ട ആ രഹസ്യ മാസ്റ്റർ പ്ലാൻ എന്തായിരുന്നു? ട്രംപിനെ ഭയപ്പെടുത്തിയ ആ സത്യം എന്താണ്? പശ്ചിമേഷ്യയിലെ ഈ വലിയ രാഷ്ട്രീയ മാറ്റത്തിന്റെ കൃത്യമായ വിവരങ്ങൾ അറിയാൻ ഈ വീഡിയോ അവസാന നിമിഷം വരെ കാണുക. കാര്യങ്ങളുടെ ഗൗരവം വ്യക്തമായി മനസ്സിലാക്കാൻ നമുക്ക് ഈ സംഘർഷത്തിന്റെ തുടക്കത്തിലേക്ക് പോകേണ്ടതുണ്ട്. ജൂൺ 17-ന് US-ഉം ഇറാനും തമ്മിൽ ഒരു ഇടക്കാല വെടിനിർത്തൽ ധാരണയിൽ എത്തിയിരുന്നു. എന്നാൽ ആ കരാറിന് അധിക നാൾ ആയുസ്സുണ്ടായിരുന്നില്ല. ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയെന്നാരോപിച്ച് അമേരിക്കൻ വ്യോമസേന ഇറാനിലേക്ക് വീണ്ടും ഇരച്ചു കയറി. തുടർച്ചയായി 13 രാത്രികളാണ് അമേരിക്ക ഇറാനിൽ ഉടനീളം വൻ വ്യോമാക്രമണം നടത്തിയത്. ടെഹ്റാനിലും മറ്റ് തന്ത്രപ്രധാന മേഖലകളിലും അമേരിക്കൻ ബോംബർ വിമാനങ്ങൾ നാശം വിതച്ചു. ഇറാൻ പൂർണ്ണമായും പ്രതിരോധത്തിലായെന്നും അമേരിക്ക ഈ യുദ്ധം ജയിച്ചെന്നും ലോക മാധ്യമങ്ങളിൽ ചിലരൊക്കെ വിലയിരുത്തിയ നിമിഷം. പക്ഷേ കാര്യങ്ങളുടെ ഗൗരവം അവിടെയാണ് മാറുന്നത്. തങ്ങൾക്ക് നേരെ ബോംബുകൾ വർഷിച്ചാൽ മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കൻ സഖ്യകക്ഷികളായ ഗൾഫ് രാജ്യങ്ങളെയും തങ്ങളുടെ വൻകിട ആയുധങ്ങൾ കൊണ്ട് തിരിച്ചാക്രമിക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു. അതോടെ ഗൾഫ് മേഖലയിലാകെ ഭീതിയുടെ നിഴൽ വീണു. ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷയും ആഗോള എണ്ണ വിതരണവും അപകടത്തിലായ നിമിഷമായിരുന്നു അത്. ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുമെന്ന ഭീതി പരന്നു. എന്നാൽ വെള്ളിയാഴ്ച രാത്രിയോടെ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ആ അപ്രതീക്ഷിതമായ സംഭവം നടക്കുന്നു. US തങ്ങളുടെ വ്യോമാക്രമണങ്ങൾ പെട്ടെന്ന് നിർത്തിവെച്ചു. തൊട്ടു പിന്നാലെ ഞായറാഴ്ച ഇറാന്റെ സൈനിക വക്താവ് മുഹമ്മദ് അക്രമിനിയ ഔദ്യോഗികമായി അറിയിച്ചത് ഇങ്ങനെയാണ്: അമേരിക്ക ആക്രമണം അവസാനിപ്പിച്ചു. അതിനാൽ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ നടത്താനിരുന്ന ശക്തമായ സൈനിക നടപടി തൽക്കാലം ഇറാനും നിർത്തിവെക്കുന്നു. രണ്ടാഴ്ചയായി ആകാശത്തു നിന്നും മരണം വിതച്ച ആ പോർ വിമാനങ്ങൾ പെട്ടെന്ന് പിൻവാങ്ങിയത് എന്തുകൊണ്ടാണ്? ട്രംപ് ഉദ്ദേശിച്ചതുപോലെ ഇറാന്റെ സൈനിക ശേഷിയെ തകർക്കാൻ കഴിഞ്ഞതുകൊണ്ടാണോ ഈ പിന്മാറ്റം? അവിടെയാണ് അവർക്ക് ശരിക്കും തെറ്റുപറ്റിയത്. ഈ പിന്മാറ്റത്തിന് പിന്നിലെ യഥാർത്ഥ സത്യം അന്താരാഷ്ട്ര മാധ്യമമായ CNN പുറത്തുവിട്ടു. വെള്ളിയാഴ്ച വൈറ്റ് ഹൗസിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അധ്യക്ഷതയിൽ ഒരു അതീവ രഹസ്യ സ്വഭാവമുള്ള ഒരു കൂടിക്കാഴ്ച നടന്നിരുന്നു. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും ആർമി ജനറലായ ഡാൻ കെയ്നും പങ്കെടുത്ത ആ യോഗത്തിലാണ് ട്രംപിന്റെ കണ്ണു തുറപ്പിച്ച ആ സത്യം ജനറൽ വെളിപ്പെടുത്തിയത്. തുടർച്ചയായി 13 ദിവസം ബാഹ്യ പിന്തുണയില്ലാതെ ബോംബിംഗ് നടത്തിയതോടെ അമേരിക്കയുടെ കൈവശമുള്ള അത്യാധുനിക ആയുധങ്ങളുടെയും കൃത്യതയാർന്ന മിസൈലുകളുടെയും ശേഖരം അതിവേഗം തീരുകയാണ്. ജനറൽ ഡാൻ കെയ്ൻ ട്രംപിന് നൽകിയ മുന്നറിയിപ്പ് ഇതായിരുന്നു: നിലവിലെ സാഹചര്യത്തിൽ യുദ്ധം തുടർന്നാൽ സാങ്കേതികമായി നമുക്ക് ജയിക്കാൻ സാധിച്ചേക്കാം, എന്നാൽ നമ്മുടെ ആയുധ ശേഖരം ശൂന്യമാകും. അതിന്റെ അനന്തരഫലം അമേരിക്കയ്ക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും. അതായത് ഇറാനെ തകർക്കാൻ നോക്കിയ അമേരിക്ക സ്വന്തം സൈനിക ശേഷി വറ്റിപ്പോകുന്ന അവസ്ഥയിലെത്തിയെന്ന്. തങ്ങളുടെ പ്രതിരോധ കവചം തകരുമെന്ന ഭയമാണ് ട്രംപിനെ വീണ്ടും തോറ്റു പിന്മാറാൻ നിർബന്ധിതനാക്കിയത്. ഇറാന് നേരെ 14ാം ഘട്ട പ്രത്യാക്രമണം നടത്താനുള്ള അതിഭീകരമായ ഒരു മാസ്റ്റർ പ്ലാനും രൂപരേഖയും പെന്റഗൺ
ട്രംപിന് മേശപ്പുറത്ത് വെച്ചിരുന്നു. ഇറാന്റെ ശേഷിക്കുന്ന തന്ത്രപ്രധാന കേന്ദ്രങ്ങളും കമാൻഡ് സെന്ററുകളും പൂർണ്ണമായും തകർക്കുക എന്നതായിരുന്നു ഈ 14-ാം ഘട്ടത്തിന്റെ ലക്ഷ്യം. എന്നാൽ സൈനിക തലവന്മാരുടെയും വൈസ് പ്രസിഡന്റിന്റെയും ശക്തമായ മുന്നറിയിപ്പും മറുഭാഗത്ത് നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുന്ന പശ്ചാത്തലവും കണക്കിലെടുത്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആ രൂപരേഖ നിരസിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ പശ്ചിമേഷ്യൻ മണ്ണിൽ സമാധാനം ശരിക്കും തിരിച്ചു വന്നോ? ഒരിക്കലുമില്ല. ഇറാൻ സൈന്യം അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും അവസാനത്തെ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ചൊവ്വാഴ്ച ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്ക സന്ദർശിക്കാനെത്തുന്നത്. ഇസ്രയേലിന്റെ കെണിയിൽ വീണ അമേരിക്ക വീണ്ടും ഇറാനെതിരെ ആക്രമണം പുനരാരംഭിക്കുകയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതം ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരിക്കുമെന്നാണ് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ട്രംപിന്റെ ഈ താൽക്കാലിക വെടിനിർത്തൽ എപ്പോൾ വേണമെങ്കിലും തകർന്നടിയാം എന്നത് സാരം. പശ്ചിമേഷ്യയിലെ കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്. ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യത്തിന് സ്വന്തം സൈന്യത്തിന്റെ പരിമിതികൾക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നിരിക്കുന്നു. ആയുധ ശേഖരത്തിന്റെ കുറവും സ്വന്തം സഖ്യകക്ഷികളായ ഗൾഫ് രാജ്യങ്ങളുടെ കടുത്ത സമ്മർദ്ദവുമാണ് ട്രംപിനെ ഇത്തവണ പിന്തിരിപ്പിച്ചത്. പ്രതാപം നടിക്കുന്ന അമേരിക്കയ്ക്ക് മുന്നിൽ ഇറാൻ ഉയർത്തുന്ന പ്രതിരോധം ആഗോള രാഷ്ട്രീയത്തിലെ പുതിയ ഒരു ചിത്രമാണ് നൽകുന്നത്. ഈ താൽക്കാലിക പിന്മാറ്റം ട്രംപിന്റെ രാഷ്ട്രീയ ഭാവിക്ക് ഏൽപ്പിക്കുന്ന ആഘാതം ചെറുതായിരിക്കില്ല. നെതന്യാഹുവിന്റെ സന്ദർശനത്തിനു ശേഷം ട്രംപ് വീണ്ടും നിലപാട് മാറ്റുമോ അതോ സമാധാനത്തിന്റെ പാത തെരഞ്ഞെടുക്കുമോ എന്നത് കണ്ടറിയേണ്ടതുണ്ട്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ട്രംപ് ഇവിടെ സ്വന്തം സൈന്യത്തിന്റെ പരിമിതി മനസ്സിലാക്കി ബുദ്ധിപരമായി പിന്മാറിയതാണോ അതോ ഇറാന്റെ ഭീഷണിക്ക് മുന്നിൽ തോൽവി സമ്മതിച്ചതാണോ? നിങ്ങളുടെ അഭിപ്രായത്തിൽ ട്രംപ് ഇവിടെ സ്വന്തം സൈന്യത്തിന്റെ പരിമിതി മനസ്സിലാക്കി ബുദ്ധിപരമായി പിന്മാറിയതാണോ അതോ ഇറാന്റെ ഭീഷണിക്ക് മുന്നിൽ തോൽവി സമ്മതിച്ചതാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ വ്യക്തമാക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള വിശകലനങ്ങൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.